മരുത്വാമലയെ ആണ് ഈ കാണുന്നത്. നമ്മുടെ നാഗർകോവിലിൽ നിന്നാണ് ഇപ്പൊ നമ്മുടെ തിരിച്ചത്. നാഗർകോവിലിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് പോകുന്ന ആ ദേശീയപാതയില് കന്യാകുമാരി എത്തുന്നതിന് മുമ്പ് ഒരു 5 കിലോമീറ്റർ മുമ്പ് പൊറ്റേടി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ മരുത്വാമല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പുതിയ 4 വരി പാതയുടെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കന്യാകുമാരിയിൽ എത്തിച്ചേരാൻ പറ്റും. അതിന്റെ പണികൾ വളരെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ബോർഡർ കാരോട് വരെ അത് എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശേഷമുള്ള പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് മരുത്വാമല. നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് അതിന്റെ ടോപ്പിൽ എത്തുക. അതിന്റെ ടോപ്പിൽ പോയിട്ട് നമ്മുടെ ഈ കന്യാകുമാരിയെ ഒന്ന് വീക്ഷിക്കണം. എങ്ങനെ കന്യാകുമാരി കടല്, അതുപോലെ വിവേകാനന്ദ പാറ, ഉപ്പളം, ഇതെല്ലാം നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. അപ്പം അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുളങ്ങളുണ്ട്. കന്യാകുമാരി ജില്ലയിൽ ഇന്ന് അവശേഷിക്കുന്നുണ്ട്. ഒരുപാട് കുളങ്ങൾ നശിച്ചു പോയെങ്കിലും ഇന്നും ഈ താമര കുളങ്ങൾക്ക് വളരെ പ്രശസ്തമായ സ്ഥലമാണ്. പണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് താമരകൾ കേരളത്തിലേക്ക് ഇവിടെ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നതൊക്കെ നശിച്ചു. എങ്കിലും കുറച്ച് കുളങ്ങൾ നമുക്കിന്ന് അവശേഷിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇനി അങ്ങോട്ട് പോയതിനു ശേഷം കാണാം. നമ്മൾ പൊറ്റേടി എത്തിയിരിക്കുകയാണ്. മരുത്വാമലയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. അതാ കാണുന്നതാണ്, നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് മരുത്വാമല. നമ്മുടെ പൊറ്റേടി ദേശീയപാതയിൽ നിന്ന് ഒരു സബ് റോഡിലോട്ട് തിരിഞ്ഞ് ഒരു 200-300 മീറ്റർ പോകുമ്പോഴേക്കും നമുക്ക് മരുത്വാമല കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം മരുത്വാമലയുടെ ഒരു ഹിസ്റ്ററി എന്താണ്, അല്ലെങ്കിൽ കഥ എന്താണെന്നുള്ളത്. ഹനുമാൻ മൃതസഞ്ജീവിനിയുമായിട്ട് ശ്രീലങ്കയിൽ പോയതിനു ശേഷം തിരിച്ച് ആ മല തിരിച്ച് ഹിമാലയത്തിൽ കൊണ്ടുവച്ചില്ല, പകരം ഇവിടെ കന്യാകുമാരിയിൽ ഇവിടെ കൊണ്ടുവച്ചു എന്നുള്ളതാണ്. എന്തായിരുന്നാലും മരുത്വാമല എന്ന് പറയുമ്പോൾ മരുന്ന് വാഴും മല എന്നുള്ളതാണ്. മരുന്നുകൾ, ആയുർവേദത്തിന്റെ അപൂർവമായ ഒരുപാട് ഔഷധങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മരുത്വാമല. അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായിട്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ സ്ഥലത്ത് അപൂർവങ്ങളായിട്ടുള്ള നിരവധി ഔഷധ ചെടികൾ അതിന് സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇത് അതിന്റെ ഒരു വലിയ കലവറ തന്നെയാണ് ആയുർവേദ മരുന്നുകളുടെ. നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമ്മളിപ്പോൾ അതിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ നടന്ന് കയറാനുള്ളത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടർന്ന് പറയാം. നമ്മളിവിടെ നിന്നാണ് നടന്നു തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടുത്തെ കന്യാകുമാരി പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. നമ്മുടെ ഈ മലയുടെ പ്രാധാന്യം, അവിടുത്തെ ചെടികൾ സംരക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് അവിടെ ഔഷധ സസ്യങ്ങളുണ്ട്, ആരും തന്നെ അത് പറിക്കുകയോ അതിനെ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്, സംരക്ഷിക്കപ്പെടേണ്ട സാധനമാണ്. ഇവിടെ നമുക്ക് നമ്മളെ ഒരു അയ്യാ വൈകുണ്ഠസ്വാമികളുടെ ഒരു പിന്നെ പതി, നമ്മളതിനെ പതി എന്നാണ് പറയുന്നത്, ക്ഷേത്രങ്ങളെ ഒരു പതി നമുക്ക് കാണാം. നമ്മളിവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട്സ് അതാ ഫ്രണ്ടിൽ അവർ സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതാ യാത്ര തുടങ്ങുകയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ തുടക്കം മാത്രമാണ് ഇങ്ങനത്തെ വഴികൾ. ഇവിടെ നിന്ന് പടികൾ അതെ, ഇത് നമ്മള് അവസാനം ഈ പറഞ്ഞതിനെ നമ്മൾ എഡിറ്റ് ചെയ്ത് പിന്നെ കയറ്റിയാൽ ആലമരം പണ്ടേ കിടച്ചിട്ടുണ്ട് തന്നെ. നിങ്ങൾ ഇവിടെ നിന്ന് വരുന്നതാണോ? സ്ഥലം എവിടെ? എവിടെ? പുതിയങ്ങോട് എവിടെ? പൂർണ്ണ ചുറ്റുവട്ടൊക്കെ അതിനപ്പുറം പറയില്ലേ? അതിനപ്പുറം പറയില്ല.
போகிறதுக்குள்ள ப்ராக்டிஸ். ഞാനില്ല ഇടക്കൽ എനിക്ക് മതി തിരിച്ചിറക്കണം. ഞാൻ തിരിച്ചിറക്കാനും പറ്റില്ല. പിന്നെ നേരത്തെ പറയാം. അടി മരുത്തോമലയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ശ്രീ ഉച്ചി ആഞ്ജനേയർ തിരുക്കോയിൽ ഏറ്റവും ടോപ്പിലാണ് നമ്മളത് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലെ ഒരുപാട് സീനുകൾ എടുക്കാനുണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. കാരണം അത്ര എളുപ്പമല്ല ഈ മല കയറ്റം എന്ന് പറയുന്നത്. വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്ഷീണം ഉള്ള ഒരു യാത്രയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് എത്തിയത്. നമുക്കിവിടെ നിന്ന് നാഗർകോവിൽ നമ്മുടെ സഖ്യപർവ്വത മലനിരകൾ അങ്ങനെ തല താഴ്ത്തി കന്യാകുമാരിയെ ദേവിയെ തല താഴ്ത്തി മടങ്ങി പോകുന്ന ആ കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പുറത്തെ ഭാഗത്ത് സാഗരം അറബിക്കടല്, അപ്പുറത്തായിട്ട് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്ന ആ പവിത്രമായ ത്രിവേണി സംഗമം നമുക്കിവിടെ കാണാം. ആ കാണുന്നതാണ് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. സ്വാമി വിവേകാനന്ദ കേന്ദ്രം, അതുപോലെ തിരുവള്ളുവരുടെ പ്രതിമയൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഭാരതത്തിന്റെ ഭൂപടം, നമ്മുടെ മാപ്പ് രണ്ടായിട്ട് തിരിഞ്ഞാ പോകുന്ന, ഒന്ന് നമ്മുടെ അറബിക്കടൽ അങ്ങനെ ചേർന്ന് കേരളം ഭാഗത്തേക്ക് പോകുന്നതും, ഇതിങ്ങനെ ബംഗാൾ ഉൾക്കടൽ ഇങ്ങനെ പോയിട്ട് തമിഴ്നാട് ഭാഗത്തേക്ക് അങ്ങനെ പോകുന്നതും ആയിട്ടുള്ള സുന്ദരമായ കാഴ്ച നമുക്കിവിടെ കാണാം. നിരവധി ഉപ്പളങ്ങൾ, ആ കാണുന്നത് ഉപ്പളങ്ങൾ, നമുക്ക് ഉപ്പ് നിർമ്മിക്കുന്ന, കടൽ വെള്ളം കയറ്റി ഉപ്പ് നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വളരെ സുന്ദരമായ ഒരു വ്യൂ പോയിന്റാണ്. നമുക്ക് സുന്ദരമായ കാഴ്ചകൾ, നമുക്ക് നയന മനോഹരമായ സദ്യയാണ് ഈ ടോപ്പിൽ നമുക്ക് കിട്ടുന്നത്. നല്ല കാറ്റ്, ശുദ്ധമായ വായു. ഓക്കെ നമ്മൾ വളരെ അതിസങ്കീർണമായ മലകയറ്റം പൂർത്തീകരിച്ച് ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. വളരെ വളരെ ബുദ്ധിമുട്ടി. കയറുന്നത് ബുദ്ധിമുട്ടാണ്, ഇറങ്ങുന്നതും പാടാണ്. അതുകൊണ്ട് പറയാനുള്ളത് അതിരാവിലെ 6 മണിക്ക് മുമ്പെങ്കിലും നിങ്ങൾ കയറുക. വെയിൽ വന്നാൽ പാടാണ്. എന്തായാലും ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.